ഇടുക്കിയില് പടയപ്പയും ചക്കക്കൊമ്പനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. താലൂക്ക് ആസ്ഥാനമായ ദേവികുളത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് പടയപ്പ ഇറങ്ങുന്നത്. സർക്കാർ ഓഫീസുകളടക്കമുള്ള ജനവാസ മേഖലയിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് പടയപ്പ ഇറങ്ങിയത്. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ പശുവിനെ ആക്രമിച്ചു. സിംഗകണ്ഠം ഓലപ്പുരക്കൽ സരസമ്മ പൗലോസിന്റെ പശുവിനെയാണ് ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ചക്കക്കൊമ്പൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? പരിസര പ്രദേശങ്ങളിലുണ്ടോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ചക്കക്കൊമ്പൻ അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചക്കക്കൊമ്പൻ സിംഗകണ്ഠം 301 മേഖലയിൽ തന്നെയാണ് തമ്പടിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഈ സിംഗകണ്ഠത്തുള്ള ഒരു വീട്ടമ്മയുടെ കന്നുകാലിയെ ആക്രമിച്ചു എന്നുള്ളതാണ് ചക്കക്കൊമ്പനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി. അവർ പറയുന്നത് ഈ പുൽമേടുകൾക്ക്, ഈ ചിന്നക്കനാൽ ഉൾപ്പെടുന്ന ആ മേഖല എന്ന് പറയുന്നത് യൂക്കാലി മരങ്ങൾ, ഗ്രാൻഡീസും യൂക്കാലി മരങ്ങൾക്കിടയിൽ പുൽമേടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ഇപ്പോൾ വേനലായതുകൊണ്ട് വലിയ രീതിയിൽ പുല്ലൊക്കെ കരിഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി അവിടെ കാട്ടുതീ പടരുന്നുണ്ട്. അങ്ങനെ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് ആന വിരണ്ട് ഓടി വരികയും ഈ സമയത്ത് പുല്ല് കന്നുകാലിയെ തീറ്റിക്കൊണ്ടിരുന്ന അവർക്ക് നേരെ എത്തുകയും ചെയ്തു. ഈ സമയത്ത് കന്നുകാലിയെ അവിടെ വിട്ടതിന് ശേഷം ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ചക്കക്കൊമ്പൻ ഈ കന്നുകാലിയെ ആക്രമിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. എന്തായാലും ആ കന്നുകാലി, ആ പശു ഇപ്പോൾ അവശ നിലയിലാണ്. അത് എഴുന്നേൽക്കുന്നുമില്ല, നടക്കുന്നുമൊന്നുമില്ല. അപ്പം ഇത് സംബന്ധിച്ച പരാതി വനം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. എന്തായാലും ആ കാര്യത്തിൽ അവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും വനം വകുപ്പിന് തന്നെയാണ്. അത് അവർ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുൽമേടുകൾക്ക് തുടർച്ചയായി തീ പിടിക്കുന്നുണ്ട്. അത് വനം വകുപ്പ് പറയുന്നത് നാട്ടുകാരിടുന്നതാണെന്നാണ്. നാട്ടുകാർ പറയുന്നത് RRT സംഘം ഈ ആനയെ വിരട്ടി ഓടിക്കാൻ വേണ്ടി പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ അത് കാട്ടുതീയായി മാറുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ പടയപ്പയും ഇന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ദേവികുളം താലൂക്കിന്റെ ആസ്ഥാനമായിട്ടുള്ള ദേവികുളത്താണ് പടയപ്പ എത്തിയിരിക്കുന്നത്. ദേവികുളം ടൗണിൽ പടയപ്പ രാത്രി എത്തിയിരുന്നു. എന്നാൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പതിവില്ല അങ്ങോട്ട് എത്തുന്നത്. പക്ഷേ അപൂർവമായിട്ടാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് പടയപ്പ ഇപ്പോൾ ദേവികുളത്ത് എത്തിയിരിക്കുന്നത്.